എല്ലാവർക്കും സൈക്കോ ഗേൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ പിന്നെ ആരിപ്പറമ്പ് എന്ന സ്ഥലത്തുള്ള വെള്ളച്ചാട്ടം ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇവരെന്നെ കൂട്ടാണ്ട് പോവാൻ നോക്കുന്ന ഞാൻ ഇവിടുന്ന് നടക്കണം പോലും. എന്തൊരു ദുഷ്ടത്തരം ഇവർ ചെയ്യുന്നല്ലേ. വേഗം വിട്ടേട്ടാ, ആദ്യം ഓക്കെ ഡിയർ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മള് വീമുട്ടിപ്പാറ എത്താനായി. നമ്മള് പകുതിക്ക് പിന്നെ ആ വണ്ടി നിർത്തിയിട്ടാണ് വന്നത്. ഇവിടെ തന്നെ കൂട്ടാൻ വന്നിനേനു. പിന്നെ ഇവിടെയെല്ലാം ചളിയാ, അതുകൊണ്ട് വണ്ടി സാധാരണ പോകും. പിന്നെ തിരിച്ചു പോക്കുണ്ടാവില്ല. പണ്ട് ആരിപ്പറമ്പ് സ്കൂളിൽ പോകുമ്പോ ഇതുവഴിയേനും പോവാ. പിന്നെ ഇങ്ങനെ ദുർഘടകരമായിട്ടുള്ള വഴിയിലൂടെയും പോക്ക്. എന്നിട്ട് കാലെല്ലാം ചളിയിലെല്ലാം താന്നു പോയ ഓർമ്മകളെല്ലാം ഇങ്ങനെ വരുമ്പോ ഞാനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുക. ഇവിടെയൊന്നും റബ്ബറൊന്നും ഇല്ലേനു, അതിപ്പോ വന്നിന്. പിന്നെ കൊക്കോ തോട്ടേനും ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഭാഗം കൈതച്ചക്കേന്റെ. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാനും എന്റെ ഒരു ഫ്രണ്ട് പ്രിൻസി ഉണ്ട്, എനിക്കറിയണ്ട, നമ്മളോട് പഠിച്ച ഓളും ഞാനും കൂടിയിട്ട് പോകും. സ്കൂളും വിട്ട് പോകും. എന്നിട്ട് നമ്മള് ലാസ്റ്റാ വരുക ഇതുവഴി. വന്നിട്ട് എന്താ വെച്ചാൽ ഓള് നല്ല മരം കയറിയാണേ. ഓളെ മരം കയറ്റിട്ട് കൊക്ക പറിക്കും. അപ്പൊ മുതലാളിന്റെ വണ്ടി കാണുമ്പോ നിന്റെ മുതലാളി കാണുന്നുണ്ടെങ്കിൽ അപ്പാട് ഞാൻ ഓളെ ചോദിച്ചിട്ട് ഓടും. അപ്പൊ ഉണ്ട് കേട്ടോ, ചില ഏരിയകളിൽ കൊക്കോന്റെ ഇതുണ്ട്. പിന്നെ പണ്ടത്തെ എന്താ പറയാ ഓർമ്മയുടെ അവശേഷിപ്പിനായിട്ട് ചില സ്ഥലങ്ങളിലെല്ലാം ഉണ്ടല്ലേ. ഇടം കൊണ്ടുവന്നിയാ ഇവിടെ നല്ല സ്ഥലമാണ്, നീ കാണേണ്ട സ്ഥലം. ഇതാണ് കൊക്കോന്റെ ഇതാ. ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ മരങ്ങളിലെല്ലാം ഞാനെല്ലാം കേറിയിട്ടുണ്ടാവും മിക്കവാറും. കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്റെ കൂടെ പിന്നെ ആരിപ്പറമ്പ് സ്കൂളിൽ വന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് നമ്മളെ വീടിനടുത്തുള്ള ജിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിയും ഒരു അഞ്ചു എന്ന് പറഞ്ഞ കുട്ടിയാണ്. രണ്ടാളും ജോലിയെല്ലാം വാങ്ങി. ഒരാളിപ്പോ പോലീസാണ്, ഒരാളിപ്പോ എന്താ വേറെന്തോ ജോലിയെല്ലാം വാങ്ങി സെറ്റിലായി. ഞാൻ മാത്രം ഇങ്ങനെ തരാ പാര എന്നെ ഇങ്ങനെ നിലയിൽ എത്തിക്കണം. ഞാനിപ്പൊ അങ്ങനെ നായി നമ്മളെ ഞാനിപ്പോൾ ഓടിയിട്ട് മരത്തിനോട് മാഞ്ഞും കയറും. ഇതുകൊണ്ടോ ഗൈസ്, പിന്നെ ഗ്രാമീണതയുടെ ഭംഗി കാണിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള മാവ്. മറ്റേ മാങ്ങയില്ല. എന്താ പാറാടൻ കടിച്ചു വിട്ടിട്ടുണ്ട്. എടേ അങ്ങോട്ടൊക്കെ എന്റെ കാല് കാണുമ്പോൾ കുടിച്ചറിയ. ഇവിടെ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ മാങ്ങ കടിച്ച് ഓടി വരുമ്പോ അപ്പാട് ആ ചളിയിൽ താന്നിട്ടു. ഇതാണ് മാങ്ങ. ആ പാറാടൻ കടിച്ചല്ലേ ആണേ. മാങ്ങ ആദ്യം ഫസ്റ്റ് തീറ്റ. മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാം കിട്ടാത്ത ഒരുപാട് നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, പൈസ കൊടുത്ത് വാങ്ങുന്ന. നമ്മളെല്ലാം അക്കാരൊക്കെ ഒരു ഭാഗ്യവാന്മാരാ. ചക്ക മാങ്ങ ചക്കയിൽ ഇഷ്ടം പോലെ ഇല്ലേ, ഇഷ്ടം പോലെ ചക്ക. എന്റെ വീട്ടിലുണ്ട്, എന്റെ വീട്ടിലും ഉണ്ടെന്നേ ചക്ക. പക്ഷെ കൊത്തിയിട്ട് പുഴുങ്ങാനാ ബുദ്ധിമുട്ട്. ഫാൻസ് എല്ലാം ഉണ്ടാവും കേട്ടോ വീഡിയോല്ലോ. ഭയങ്കര വെയില്, കൊരങ്ങന്മാരെല്ലാം കൊടഞ്ഞൂടല്ലേ, വെയില് സഹിക്കാനാവുന്നില്ല ഗൈസ്. ഇതിന്റെ അടുത്ത് കൊറേ പണയുണ്ടോ? ഒറ്റൊരു ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയതാ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമല്ലേ. വരുന്നില്ലേ പോലെ അവിടെ ഇരുന്ന് നല്ല രസം. ഗൈസ്, ഒരാൾ നടന്നു പോകുന്നത് കണ്ടത് വഴിയെല്ലാം അറിയുന്ന പോലെ. എയറോപ്ലെയിനിൽ പോകുന്നു. നോക്കിയാ ആ വഴിയല്ല ഈ വഴി. ഇങ്ങ് വാ, മുന്നില് നിർത്തിക്കണേ. ഇത് ഓളെ നോക്കിക്കൊള്ളേ ആദി. എവിടെയും നിർത്തിയിട്ടില്ല. ലാസ്റ്റ് എന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഗൈസ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്ക് കേൾക്കുന്നുണ്ട്. നല്ല വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടാണുള്ള
നമ്മള് നല്ല പ്രതീക്ഷയോട് നല്ല തണുപ്പുണ്ട്. വീഡിയോ എടുക്കാൻ വന്നെയാന്ന് നോക്കുമ്പോ അവിടെ കൊറേ ചേട്ടന്മാരാണോ അനിയന്മാരാണോന്ന് അറിയണോ കൊറേ ആള് കുളിക്കാനുണ്ട്. എന്താ മകളെ ചിന്തിച്ചിരിക്കുന്നേ? എന്താ ചിന്തിച്ചിരിക്കുന്നേ? എനിക്ക് പിന്നെ അങ്ങോട്ടെല്ലാം ഇറങ്ങണം എന്നല്ലേ, പക്ഷെ അവരവിടെ ഇരിക്കുന്ന അടിച്ചു നോക്കുമ്പോ ഭയങ്കര മൂടോ. അവര് ഭക്ഷണം എടുത്തിട്ടാ വന്നേ, അതുകൊണ്ട് വൈകുന്നേരം കാണാൻ കുറച്ചുണ്ടാവും. അങ്ങനെയുള്ളൊരു ഇതാണ് കാണാൻ നല്ല എൻജോയ് ചെയ്യാം ഇവിടുന്ന്. നമുക്ക് വീട് കിട്ടിയ മാങ്ങയുണ്ട്, ആ മാങ്ങ അവള് കഴുകുന്നതാണ്. ആദ്യമായിട്ട് ഒക്കെ ഇവിടെ വന്നേരം ഒരു മാങ്ങ ഫ്രീ ആയിട്ട് കടിക്കുമ്പോ കുശി ഉണ്ടോന്നും കൂടെ പഴുത്തിനല്ലോ ചാണേ അനക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുണ്ട് പെറുക്കിയതോടെ തിന്നെ നമ്മള് ലാസ്റ്റ് മൈൻഡപ്പ് ചെയ്യാനാണ്. പുളിയുണ്ട്, ചെറിയ പുളിയുണ്ട്. പപ്പായ മാങ്ങയാന്നേ ഓണത്തെ അടിച്ചത് നിന്ന് യോസിക്കണ ഓണത്ത് കേർത്താ കിട്ടൂല. പപ്പായ പപ്പായ മാങ്ങ ഏതും കാട്ട് പപ്പായ പുളി. ഹലോ ഗൈസ്, നമ്മള് തിരിച്ചു പോവാണേ. പിന്നെ ഏകദേശം 2 മണിയാറായി. നട്ടിച്ച സമയത്ത് ഇവിടെ നിൽക്കരുത് എന്നാണ്. അപ്പൊ നമ്മള് കണ്ടു, കാണിച്ചു കൊടുത്തു. നല്ല എല്ലാരും വരിക. എന്താ പറയാ, നല്ല ഒരു വൈകുന്നേരം ആകുമ്പോ വന്ന അല്ലെങ്കിൽ രാവിലെ വരിക. ഇത് ഉച്ചക്ക് നല്ല വെയിലായിരിക്കും, നല്ല രസമുണ്ട് കാണാൻ. എല്ലാരും വരിക, പറ്റുമെങ്കിൽ വരിക. നല്ലൊരു വൈബാണ്. പിന്നെ എന്താ ചെയ്യാ, നമ്മള് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോസ് കാണണം. അതെ അതെ, തെറ്റാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക, നമ്മൾ അതനുസരിച്ച് തെറ്റുകളൊക്കെ തിരുത്തും. പുതിയൊരു വ്ളോഗായിട്ട് പിന്നെയും കാണാം. ബൈ.